അതൊരു ഷോയാണ്. ഷോ കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ഫിലിം അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു 40 days എല്ലാവരും ഭയങ്കരമായിട്ട് പിന്നെ നമ്മൾ കീപ്പ് ഇൻ ജസ്റ്റ് ഒന്ന് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലാതെ ഒരു ഇതൊന്നുമില്ല. അതങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് പോയതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടിയോ കുറേ ആൾക്കാർക്ക്? ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ബിഗ് ബോസ് പോയതാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്നത് പോലെ മുന്നും ഞാൻ ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസ് കുറച്ചും കൂടെ നമ്മളെ റീച്ച്ഡ് ആക്കും എന്നുള്ളൊരു സാധനമാണ്. കരിയറിലൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് കൊണ്ട്? ബിഗ് ബോസ് കൊണ്ട് നമുക്ക് കരിയറിലൊരു അങ്ങനെയൊന്നുമില്ല. ലൈക്ക് അത് ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം, ചിലവർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് തികച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമല്ലേ. ചിലവർക്ക് ബിഗ് ബോസ് കൊണ്ട് നല്ലത് വരും, ചിലവർക്ക് ബിഗ് ബോസ് കൊണ്ട് അത്രയും ഒരു ഇതുണ്ടാവില്ല. അത് നമ്മളെങ്ങനെ ക്യാരി ചെയ്യുന്നു അങ്ങനെയാണ്. ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ബിഗ് ബോസ് നല്ല ഷോയാണ്, പക്ഷെ അതിൽ പോകുന്നവർക്ക് മെന്റലി ഒരു അത്രയും നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അതൊരു അങ്ങനെ ഒരു ഹൗസ് അല്ലേ, അതിൽ ഇഷ്ടംപോലെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. ഷോസൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഇത്രയും ഒരു റീച്ചുള്ളൊരു ഷോ വേറെ ഇല്ലല്ലോ. ഷോസൊക്കെ അടിപൊളിയാണ്, പക്ഷെ അതിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊരു മെന്റലി അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് ഒന്ന് കീപ്പ് ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതിൽ തന്നെ ആ ലൂപ്പിൽ തന്നെ പെട്ട് കിടക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈടായിട്ട് ബിഗ് ബോസിന്റെ പേരിൽ ഒരു അസോസിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ABC. ഉണ്ടല്ലേ. ആക്ച്വലി ഞാൻ അങ്ങനെ എല്ലാ ഗ്രൂപ്പിൽ അത്ര ഇല്ല, ഞാൻ ആക്റ്റീവ് അല്ല, എനിക്കതുകൊണ്ട് അറിയില്ല. എൻ്റെ അടുത്ത് വീണയോ ആരോ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടെന്ന്. ഞാൻ അത്ര ആക്റ്റീവ് അല്ല അതിൽ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയില്ല. ലാസ്റ്റ് ഇയർ ബിഗ് ബോസ് വിന്നർ